ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടു ഇപ്പോൾ അവർ കുറേയൊക്കെ പോയിരുന്നു അങ്ങനെ കുറേയൊക്കെ തന്നെ അവർക്ക് കോൾ വന്നു സാർ ഞങ്ങളെ കണ്ടുപിടിച്ച് അങ്ങനെ ഓഫീസിൽ ഒരു 4 പേര് വന്നിരുന്നു. അങ്ങനെ 2 ബോയ്സ് 2 ഗേൾസ് ആയിരുന്നു. അങ്ങനെ 2 പേരും ഓടി വന്നു ബോസ് എൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയ ബോസ് ഞങ്ങൾ ഫുൾ കഷ്ടപ്പെട്ട് നമുക്ക് ലിസ്റ്റ് കിട്ടി ബോസ് താങ്ക്സ് എന്നെ പറഞ്ഞു ബോസ് ഒരുപാട് നന്ദിയുണ്ട് ബോസ് എന്നെ പറയായിരുന്നു. ഇത് കണ്ട് ഹീറോ സ്മറച്ചു തരുന്നു. അതെ അവർ 4 പേര് പറഞ്ഞ് അവർക്ക് കഷ്ടപ്പെട്ടവർക്ക് 4 പേർക്കും ജോലി കിട്ടിയില്ലായിരുന്നു. അവർ 4 പേര് പറഞ്ഞ ഒരേ കോളേജിലാണ് പഠിച്ചത്. 4 പേര് അവർ ഫ്രണ്ട്സാണ്. അത് മാത്രമല്ല അവർക്ക് ഒരുപാട് ജോലി കമ്പനി തേടിയായിരുന്നു. അവർ പറഞ്ഞ റിച്ചൊന്നുമല്ല, നോർമലാണ്. അവർക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ നിലയിലിട്ട് ഒരു നായകനായിട്ട് ജങ്കുക്കിൻ്റെ ഡാഡിയാണ് അവർക്ക് പഠിക്കാൻ വേണ്ടി ഫീസ് കെട്ടി പഠിപ്പിച്ചത്. അതുമാത്രമല്ല അവർ ജങ്കുക്കുമാർ സപ്പോർട്ട് ചെയ്യും. അതിൽ ഒരു ബോയ് പറയായിരുന്നു സാർ നിങ്ങൾക്ക് നാലായിട്ട് എന്താടാ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഷ്ടപ്പെട്ട് സാർ. ശരി ഓക്കേടാ നിങ്ങൾക്ക് 4 പേർക്ക് ഞാൻ ഹാക്കിംഗ് റിപ്പോർട്ട് നിങ്ങൾ 2 പേരെ 4 പേര് നിങ്ങൾ ഹാക്കിംഗ് പഠിച്ചിട്ടുണ്ട്. അതെ സാർ ശരി നിങ്ങൾ ആ 4 പേര് നിങ്ങൾക്ക് ഞാൻ ഹാക്കിംഗ് റിപ്പോർട്ട് തരാം. അത് മാത്രമല്ല നീ 4 പേര് എനിക്ക് സെക്യൂരിറ്റിയാണ്. അവർക്ക് സെക്യൂരിറ്റി ജോബ് ആയിരുന്നു. അങ്ങനെ 4 പേർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ജങ്കുക്ക് കൂടിയാണ് ഉണ്ടാവും. അത് മാത്രമല്ല ജങ്കുക്ക് ഒരു ഫ്രണ്ട്മാർ ഇത് ചെയ്യും. അതുപോലെ ജങ്കുക്കിന് കൂടെ ഒരു ഉണ്ടാവും. അതുപോലെ ജങ്കുക്ക് പറയായിരുന്നു അവർ ജങ്കുക്ക് ജൂനിയറാണ്. ജങ്കുക്ക് പറഞ്ഞ അതേ കോളേജിലാണ് ജങ്കുക്ക് കോളേജിലാണ് അവർ പഠിച്ചത്. ജൂനിയറാണ്. അവർക്ക് റാഗിങ് പ്രശ്നം വന്നാൽ ജങ്കുക്കാണ് അയച്ച്. അതുപോലെ ജങ്കുക്ക് ഫ്രണ്ട്സ്മാരെയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ജങ്കുക്ക് ആ പ്രശ്നം നടന്ന കാര്യം പറഞ്ഞായിരുന്നു. ശരി ഓക്കെ അവൾക്ക് ജങ്കുക്ക് കാട്ടിയായിരുന്നു ഇവൾക്ക് ബോയ് ഫ്രണ്ടും ഉണ്ട്. അവളുടെ ഹസ്ബൻഡ് ഇതാണ് എന്ന് പറഞ്ഞ് എതിർ കമ്പനിയിൽ ഒരു കമ്പനി CEO ആണ്. അത് റിച്ച് ഒന്നുമല്ല, നോർമലാണ്, കുറച്ച് റിച്ചാണ്. അങ്ങനെ ആയിട്ട് ജങ്കുക്ക് പറഞ്ഞു ശരി ഓക്കെ ഇവൾ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. ശരി ഓക്കെ എന്നെ മൈക്കിൾ എന്ന് വിളിക്കായിരുന്നു. എനിക്ക് നിക് നെയിം മൈക്കിളാണ്. അവൻ്റെ പേര് ജാക്സൺ ആണ്. എന്താ ബോസ് ജാക്സൺ? അതെ നീ മൈക്കിളാണ്. നീ ഇവളെ വീഡിയോസ് ഓരോന്ന് വീഡിയോ ഇവർ നിറയെ വീഡിയോസ് കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെ ആയിട്ട് അവളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് സാർ ഞാൻ ജാക്ക് പറയായിരുന്നു. ജാക്ക് ബോസ് ഞാൻ അവൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ക്ലബ്ബിക്ക് പോവാം. ഞാൻ ക്ലബ്ബിൽ പോയായിരുന്നു. അതുമാത്രമല്ല അവളെ മാരേജ് വീഡിയോസ് അവളെ ഹസ്ബൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ. അവളെ ഹസ്ബൻഡ് ആരാണ്, പിന്നെ അവളെ മാരേജ് വീഡിയോസ് അങ്ങനെ അവർ എങ്ങനെ മീറ്റ് ചെയ്തത് അത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അവളെ ഹസ്ബൻഡിനെ ഞാൻ കുടിപ്പിച്ചിട്ട് വർക്ക് മീറ്റ് ചെയ്യായിരുന്നു. ഞാൻ കുറച്ച് ഗേൾസിനെ അയച്ചിട്ട്. അതുമാത്രമല്ല അവളെ ഫുൾ അവൾ ആരെ ക്ലബ്ബിൽ ക്ലോസ് ആവുക അതുകുറിച്ച് ആ ക്ലബ്ബിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല ആ ക്ലബ്ബിൽ ഒരാൾ ജോലി ചെയ്ത് എനിക്കറിയും എന്ന് പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഞാൻ കുറച്ച് പണം കൊടുത്തു മൊത്തം അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ജാക്ക് നീ കണ്ടുപിടിച്ച് ആയിട്ട് ജൂലി എസ് ബോസ് നീ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു? ജോലി പറയാൻ തുടങ്ങി. ഇവൾ ആരുടെ ബിസിനസ് റിച്ച് ഉള്ളവരുടെ കൂടെ ആര് പണക്കാർ അവരുടെ കൂടെ ഗേൾ ഫ്രണ്ട്മാരെ ആഡ് ചെയ്യും. അവർ പണം കിട്ടിയ പിന്നെ അവൾ അവിടുന്ന് ഓടിപ്പോയി. ഇവൾ ഇവിടെ ലണ്ടനിലുണ്ടായിന്, പിന്നെ ജാപ്പനീസ് ഇങ്ങനെ ഓരോ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവൾ ഫോൺ ഹാക്കിങ് ചെയ്ത് അവളെ ഫോൺ പറഞ്ഞ് അവൾ എവിടേക്കെല്ലാം പോയി അവൾ ഫ്രണ്ട്സിനെ പിടിച്ച് അവളെ ഫ്രണ്ട്സ് അവിടെ എന്തെല്ലാം സംസാരിച്ചു അത് ഞാൻ ഹാക്കിങ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് പറഞ്ഞു. ശരി ഓക്കെ മിനി നീ എന്ത് കണ്ടുപിടിച്ചു? ബോസ് അതാ ഞാൻ കണ്ടുപിടിച്ചതാണ് കോമഡി ബോസ്. എന്താ അമ്മ പറയാം ബാസ് ഇവൾ ആരാ റിച്ച് പണം വെച്ച് കണ്ടുപിടിക്കുന്നതല്ല ബാസ്. ഇവൾ നിറയെ പണം വെച്ച് പിന്നെ അവളെ ബാങ്കിൽ പണം പോയി ആരാ റിച്ചിട്ടുണ്ട് ഒരു ഫേക്കിങ് ചെയ്തിട്ട് കാർഡ് പറഞ്ഞാൽ ഇവൾ വീട്ടിൽ പോയി അടിച്ച് ആരാറ് പണക്കാരുണ്ട് ഇവൾ. അത് മാത്രമല്ല ബാസ് ഇവൾ പണക്കാർ അങ്കിൾ മതി കറച്ച് ബാസ്. അത് അങ്കിളാ അതെ ഇവൾക്ക് 60 വയസ്സ് 20 വയസ്സ് ഇങ്ങനെ തൊണ്ട മറയില്ല കറച്ച് ചെയ്യും അങ്കിൾ ആൻറ്റി എന്ത് ഇങ്ങനെയല്ലേ ചെയ്യുമോ? അതെ ബോസ്. അതുമാത്രമല്ല ഇവരുടെ മാരേജായി ഇവരുടെ പണം എടുത്ത് സ്വത്ത് എടുത്ത് ഓടിപ്പോവും. അതുമാത്രമല്ല ഗേൾസിനെ ഇവളെ ക്ലബ്ബിലല്ല പോവും. ക്ലബ്ബിൽ പറഞ്ഞാൽ പണക്കാരുണ്ട് നിറയെ പണമുണ്ട്. അതുമാത്രമല്ല ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ പണമില്ല അവരോട് പണം വാങ്ങിയായിരുന്നു. ഇവള് പെണ്ണുങ്ങളോട് പറ്റിച്ചിട്ട് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചിട്ട് പണം വാങ്ങും ബോസ് എന്ന് പറഞ്ഞു. ഇത് കേട്ടാറും ശരി ഓക്കെ എല്ലാം കണ്ടുപിടിച്ചെന്നെ നീ എന്താ ചില്ലി അല്ലെങ്കിൽ ഒരു ഗേളുണ്ട് പിന്നെ ഒരു ഗേളിനോട് സംസാരിച്ചു. ആ പെണ്ണ് പറയുന്നു നീ എന്താ മതി കണ്ടുപിടിച്ചതെന്ന് ആ ഗേളിനോട് കേട്ടായിരുന്നു. ഇല്ല ബോസ് അതിലൊരു ഗേളുണ്ട്. അങ്ങനെ അവർ 4 പേർ അവരൊന്ന് പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ഇവളെ മേലെ നിറയെ കേസുണ്ട് ബോസ് എന്നാ ഗേൾ പറഞ്ഞാൽ 2 ഗേൾസ് പറയായിരുന്നു ബോയ്സ് പറയുന്നു. അതെ ബോസ്
ശരി ഇവൾ ഡ്രഗ് ബിസിനസ് ചെയ്യുക അത് മാത്രമല്ല പെണ്ണുങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കച്ചവടം ചെയ്യും, ഇതൊരു ജോലി അവൾക്കുണ്ട് എന്ന് പറഞ്ഞു. ശരി ഇത് ഫുൾ ആധാരം കിട്ടിയായിരുന്നു. അങ്ങനെ ആയിട്ട് ആ പെണ്ണിനെ പിടിച്ചു. ഇങ്ങനെയായിട്ട് ജാക്ക് നിങ്ങൾ 4 പേര് ഇവളെ വീഡിയോ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ എപ്പോൾ റിലീസ് ചെയ്യാൻ പറഞ്ഞാൽ ശരി ഓക്കെ നിങ്ങൾ റിലീസ് ചെയ്യാം മനസ്സിലായോ? ശരി ബോസ് ഞങ്ങൾ റിലീസ് ചെയ്യാം. അങ്ങനെ ഓൾറെഡി വീഡിയോസ് ഞങ്ങൾ റിലീസ് ചെയ്യുന്ന കഴിഞ്ഞു ബോസ് നിങ്ങൾ പറഞ്ഞപ്പോഴേ തന്നെ. അങ്ങനെയായിട്ട് ആ പെണ്ണിൻ്റെ ഫസ്റ്റ് പറഞ്ഞ് അവൾ ഇങ്ങനെ കുറേയായിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് റിലീസ് ചെയ്ത്. ആ പെണ്ണുക്ക് ഷോക്കായിരുന്നു. അപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു, അവൾ ഫോണൊക്കെ ഷോക്കായിരുന്നു. ഇതെന്താ ചെയ്യുന്നത്? പിന്നെ ജിമ്മിനിക്കൊന്നും അറിയില്ല. ജിമ്മിൻ പറയുന്നു എന്ത് പറ്റി എന്ന് ഇങ്ങനെ ഓടി വരുന്നു. ജിമ്മിനില്ലായിരുന്നു. ജിമ്മിൻ കേട്ടോ എന്ത് പ്രശ്നമോ? എനിക്കറിയില്ല അത് ഭാഗ്യം എന്ന് പറഞ്ഞു. നോറി അവൾ ആരെ കൂടെ ഡേറ്റ് ചെയ്യുന്നു അതുപോലെ വീഡിയോസ് വന്നായിരുന്നു. അങ്ങനെ അങ്ങോട്ട് കേട്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് പറയായിരുന്നു എന്താ ജിമ്മിൻ കേട്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇല്ല ജിമ്മിൻ ഇത് റൂമറാ. അതേ തന്നെ റൂമറാണോ? സാറില്ല എന്ന് ജിമ്മിൻ അവരെല്ലാം സമാധാനമാക്കുമ്പോൾ ഒരു ആക്ടിങ് ചെയ്തായിരുന്നു. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. അവൾക്ക് മാരേജായ വീഡിയോസ് മൊത്തം വീഡിയോസ് എന്തെല്ലാം അവൾ ചെയ്യുന്നത് എല്ലാ വീഡിയോസ് അതുപോലെ പോലീസ് വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് അവൾ ഹസ്ബൻഡിക്ക് ഇത് അറിയും ഇവൾ എന്തെല്ലാം ചെയ്യുന്നത് കണ്ട ഹസ്ബൻഡ് അവൾക്ക് ബേബീസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഡിവോഴ്സായി സമാധാനമായി. അങ്ങനെ അവർ ഇന്ത്യക്ക് വന്നു. അതെ അവർക്ക് പ്രശ്നങ്ങൾ സോൾവായി. അവർ ഇന്ത്യക്ക് വന്നു. ഹീറോയിനെ മാരേജ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. മച്ചി എന്തടി നടക്കുന്നു ഒന്നും അറിയില്ല മച്ചി എന്ന് ഹീറോയി പറയായിരുന്നു. സാറില്ലടി എനിക്ക് സെക്കൻഡ് ഇയർ ആണ് അടി മച്ചി ഞാൻ പറഞ്ഞ കൊറിയയിൽ പഠിക്കണം പറഞ്ഞായിരുന്നു മമ്മി. നീ അവിടേക്ക് വാ നിനക്ക് സീറ്റുണ്ട് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞു ശരി മച്ചി എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് മാരേജ് നടക്കുന്നു. ഇത് കണ്ട് ഹീറോയ്ക്ക് കണ്ണു വെറുതെ ഇന്ന് മച്ചയുടെ നടക്കുന്നതെന്ന് ഹീറോയ്ക്ക് അറിയില്ല. ഹീറോയ്ക്ക് കൂടെ അവർക്കും 7 പേർക്കും മാരേജായി. ഹീറോയിൻ്റെ കണ്ണ് പുറത്തായി എന്താ എനിക്ക് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. ഹീറോയ്ക്ക് 7 പേർ കൂടെ മാരേജ് ആയിരുന്നു. റൂമൊക്കെ ഹീറോയിൽ പോയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സെല്ലാം ഡ്രസ്സെല്ലാം പാക്കിങ് ചെയ്തായിരുന്നു. ഒന്നും ഹീറോയ്ക്ക് മനസ്സിലായി. റൂമിൽ പോയാൽ ലോക്ക് ചെയ്തായിരുന്നു. 7 പേർ ഹീറോയിനെ ഒരുമാതിരി നോക്കുമായിരുന്നു. ഹീറോയ്ക്ക് പേടിയായിരുന്നു. ഇതിനിങ്ങനെ നോക്കുന്നു മാമ എന്ന് പറയായിരുന്നു. ഇങ്ങനെ പറയാം ജിമ്മിനെ പിടിച്ച് പോയത്.